നമ്മുടെ ചുറ്റുപാട് പലതുകൊണ്ടും വിഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഭിന്നത വിരുദ്ധതയുടെ ഭാഗത്തുകൂടി കടന്നു പോകുന്നു. ഈ രണ്ടും നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കുമെന്ന് കരുതട്ടെ. നവ ലിബറൽ ചിന്ത സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇളം തലമുറയിൽ അത് വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. എന്തിനേയും ചോദ്യം ചെയ്യുക. ആരും എന്നെ നിയന്ത്രിക്കേണ്ടതില്ല. എനിക്ക് ഞാൻ മാത്രം, എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രം, എൻ്റെ ചോയ്സാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വാദം. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായത് മതധർമ്മ അനുശാസനങ്ങളെ തിരസ്കരിക്കാനുള്ള ഉത്ബോധനം ചിലർ പ്രത്യക്ഷമായും മറ്റു ചിലർ പരോക്ഷമായും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ. മതത്തിനകത്ത് നിന്ന് യുക്തിരഹിതവാദ അടിസ്ഥാനത്തിലുള്ള വ്യതിചലിത പ്രസ്ഥാനങ്ങളുടെ തള്ളിക്കയറ്റം. അവർ ആവത് ശ്രമിക്കുന്നുണ്ട്, നാം അതിനെ പൂ പോലെ പ്രതിരോധിക്കുന്നുമുണ്ട്. പൊതുചിന്തകളുടെ ഭാഗമായി പലരും പലതും ഉദ്ഘോഷിക്കുകയാണ്. ആ വാദമുഖങ്ങളുടെ ഭാഗമായി പിറവിയെടുത്തതാണ് സ്ത്രീ ജനങ്ങളെ നടതള്ളിക്കുന്ന പ്രവണത. ഇതിന് പുതിയൊരു പേരുണ്ട്, ഫെമിനിസം എന്നാണ് അതിന് പറയാറ്. കേൾക്കുമ്പം സ്ത്രീ ശാക്തീകരണമെന്ന് സഹോദരിമാർ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ അത് പെണ്ണുടൽ ആസ്വദിക്കാനുള്ള കാമാർത്ഥ പുരുഷ വിഭാഗ കേന്ദ്രീകൃതമായ, നല്ല ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തമാണ്. പക്ഷേ സഹോദരിമാർ ഇത് മനസ്സിലാക്കില്ല. ഫെമിനിസം മതത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുക. പുരുഷ കേന്ദ്രീകൃത മതം എന്ന മതങ്ങളെക്കുറിച്ച് അവർ പറയും. സത്യത്തിൽ അവരെ പുറത്തോട്ട് വലിച്ചിട്ട് രംഗം വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഫെമിനിസ്റ്റ് വാദികൾ യഥാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃത ആസ്വാദന മൂർത്തികളാണ് എന്നതൊരു സത്യമാണ്. ഇവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ നയം പറയുന്നു, അതിന്റെ നിലപാട് പറയുന്നു. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന ശീർഷകത്തിലും വിശ്വാസം എന്ന മുഖ്യ ശീർഷകത്തിലുമായി ഈ വിഷയങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയും പറയുകയും ചെയ്യുമ്പം ചിലർ ചോദിക്കും, ഇപ്പൊ സമുദായം വലിയ പ്രതിസന്ധി നേരിടുകയല്ലേ? അതെ, സമുദായം മാത്രമല്ല, മനുഷ്യർ പ്രതിസന്ധി നേരിടുന്നുണ്ട്, ദേശം പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രാപഞ്ചിക വസ്തുക്കൾ നിലനിൽപ്പിനായുള്ള ആവാസ വ്യവസ്ഥകളുടെ തിരസ്കരണം മൂലം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഒന്നിനെയും ചുരുക്കി കെട്ടേണ്ടതില്ല.